ഇന്ത്യ സെക്രട്ടറി ബീച്ചിൽ നേരത്തെ പാട്ടൊക്കെ പാടി നെഞ്ചുടുക്കിന്റെ താളത്തുടുപ്പിലാണ് ചേട്ടൻ പാടിയത്. നമ്മളൊരു ആഘോഷത്തോടെയും അല്ലെ ആരവത്തോടെ കാത്തിരിക്കുമ്പോൾ ചേട്ടൻ കുറച്ച് നൊമ്പരങ്ങളില്ലാതെയും ജീവിതമില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. എന്തായാലും എങ്ങനെയുണ്ട്, കൂടുതൽ ആളുകളൊക്കെ എത്തി തുടങ്ങിയോ? എല്ലാവരും ഇങ്ങനെ വെടിക്കെട്ട് പരിപാടി എന്തെങ്കിലും ഉണ്ടോ ബീച്ചിൽ? വിഷ്മണി, കോഴിക്കോട് ബീച്ചിൽ നേരത്തെ നമ്മൾ കേട്ട ആ പാട്ട് കഴിഞ്ഞ് എത്രയോ പാട്ടുകൾ വേറെ വന്നു. നമ്മളതൊക്കെ ലൈവ് കൊടുത്തു. ഒരു ചെറിയ കുഞ്ഞുമോൻ വന്ന്, ഹസിൽ എന്ന പേരുള്ള ഒരു കുഞ്ഞുമോൻ വന്നൊക്കെ പാട്ടുപാടി പോയതാണ്. ഓരോ സമയം കഴിയും തോറും കോഴിക്കോട് ബീച്ചിലെ ക്രൗഡ് അതങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം ഒരു ആവേശത്തിലേക്ക്, അതിൻ്റെ ഓളത്തിലേക്ക്, വൈബിലേക്ക് ഒക്കെ കോഴിക്കോട് ബീച്ച് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴൊക്കെ നമുക്ക് ചുറ്റും ആളുകളാണ്. എന്താണ് നമ്മൾ പറയാൻ പോകുന്നത് എന്നൊക്കെ നോക്കി നിൽക്കുന്ന ഒരുപാട് ആളുകളാണ്. ഇവിടെ ചെറിയ നിങ്ങളൊക്കെ ഫുൾ വൈബാണല്ലേ, ഓണാണല്ലേ? എന്താ വരുന്നത് ആഘോഷിക്കാൻ തന്നെ വേണ്ടി വന്നാണ്. മാളുകളിലൊക്കെ പരിപാടി ഉണ്ടല്ലോ, അവിടെ ഒന്നും പോയില്ല നിങ്ങൾ? അവിടെ പോലത്തെ വൈബില്ലല്ലോ. ബീച്ചിന്റെ അത്ര വൈബില്ല. എന്താ ഉദ്ദേശിക്കുന്നത്? പാട്ടൊക്കെ പാടുന്നുണ്ടോ? ഓ, ഇവിടെ ഇപ്പൊ കുറച്ച് പാട്ടുകൾ തുടങ്ങും. ഡാൻസ് ഉണ്ടോ? കളിക്കോ? ഡാൻസ് കളിക്കോ? പക്ഷെ പാട്ടില്ല അല്ലേ? നിങ്ങൾ പാട്ട് പാടും? ഒരുമിച്ച് എല്ലാവരും പാട്ട് പാടും? പാട്ട് പാടില്ല, ആരെങ്കിലും പാടിയോ? ഡാൻസ് ഇവിടെ പാടും നല്ലോണം. നന്നായിട്ട് പാടും. ഇവിടെ പാട്ട് ഒന്നും അറിയില്ല കേട്ടോ. പാടിയാൽ മതി, ഒരുമിച്ച് പാടിയാൽ മതി. 2025 പാടാൻ പറ്റില്ല, അവസാനത്തെ പാട്ടായിരിക്കും. പാട്ടറിയില്ല കാര്യമായിട്ട്, അതുകൊണ്ടാ. എന്താ പറയാനുള്ളത്? സ്റ്റൈലായിട്ടുള്ള കണ്ണടൊക്കെ വെച്ച് കുഴപ്പമില്ല. ഇത് ന്യൂ ഇയർ ഒക്കെ അല്ലേ വരുന്നത്, ന്യൂ ഇയർ ആണ് അത്. പക്ഷേ ഇവിടെ ആള് കുറവാണ്. ഇല്ല, ഇവിടെ ഒരു പരിപാടി ഇല്ല, അതുപോലെ തന്നെ പൊട്ടലില്ല, അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്. ആളുകളൊക്കെ ഭയങ്കര മ്യൂസിക് ഷോകളൊക്കെ ഉണ്ടല്ലോ, എല്ലാ സ്ഥലത്തും ആളുകളാണ്. പക്ഷേ ബീച്ചിൽ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം വെച്ചില്ല നമുക്ക് അറിഞ്ഞൂടാ. കുറവൊന്നുമില്ല. അന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല ആളുകളാ, അത്ര കുറവൊന്നുമില്ല. എങ്ങനെയുണ്ട് കോഴിക്കോടിന്റെ ഒരു വൈബ്? എങ്ങനെയുണ്ട് ന്യൂ ഇയർ ആവുമ്പോ കോഴിക്കോടിന്റെ ഒരു വൈബ് എങ്ങനെയുണ്ട്? അടിപൊളി. കോഴിക്കോടന്നെ സീന് അടിപൊളി. കോഴിക്കോട് കൊച്ചി എത്ര പോരെ? കൊച്ചി പോരാ, കൊച്ചി 2 പാപ്പാഞ്ഞു. അതൊന്നും കാര്യമില്ല. എങ്ങനെയുണ്ട്? എവിടുന്നാ വരുന്നത്? മലപ്പുറം. നല്ല ടീഷർട്ട് ഒക്കെയാണല്ലോ. മലപ്പുറത്ത് നിങ്ങൾ ആഘോഷിക്കാൻ വേണ്ടി വന്നാണ്? എവിടുന്നാ? നമ്മൾ നാദാപുരം വാണിമേൽ. ഇവിടെ വന്ന് ന്യൂ ഇയർ ആഘോഷിച്ചിട്ടാണ് പോകാറ് എല്ലാ വർഷവും. വളരെ റിസ്ക് എടുത്തിട്ടാ എത്തിയ, ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു. എങ്ങനെ ഒരുപാട് നടന്നിട്ടല്ല എത്തിയത്. വീട്ടിൽ നിന്ന് എപ്പോ ഇറങ്ങി? വീട്ടിൽ നിന്ന് ഉച്ചക്ക് ഇറങ്ങിയത്, 2 മണിക്ക് ഇറങ്ങിയതാണ്. ഇവിടെ എത്തിയല്ലേ? ജോലി സ്ഥലത്ത് നിന്ന് കളവ് അത്യാവശ്യം